ഹായ് ഗൈസ്, ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ചാപ്റ്റർ 143ൻ്റെയും 144ൻ്റെയും എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പത്തെ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് ചെറുതായിട്ടൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ലീക്സ് എന്നുള്ള പാനൽസൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള സ്ട്രൈക്ക് വരാറുള്ളത്. പക്ഷേ ഇപ്പോൾ അല്ലാതെയും ഒരുപാട് പേർക്ക് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു സ്ട്രൈക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഒരു സ്ട്രൈക്ക് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നേക്കും. ഇപ്പോഴത്തേക്ക് എന്തായാലും അധികം പാനൽസ് യൂസ് ചെയ്യാതെ വീഡിയോസ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അധികം സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ചാപ്റ്റർ 143 തുടങ്ങുമ്പോൾ യൂറ്റ നവോയുടെ അടുത്ത് ചോദിക്കും, നിനക്ക് നന്നായിട്ട് ഹേർട്ട് ആയിട്ടുണ്ടല്ലേ? അപ്പോൾ തന്നെ നവോയ ഒരുപാട് ചോര ഛർദ്ദിക്കും. എന്നിട്ട് അവൻ സ്വയം ചിന്തിക്കും, ബ്ലഡിൽ വിഷം വല്ലതും കയറിയതാണോ? പക്ഷേ ബ്ലഡ് മാനിപ്പുലേഷൻ ഉപയോഗിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ജോസോ ഒരുപാട് ബ്ലഡ് റിലീസ് ചെയ്ത കാര്യവും അവൻ ഓർക്കും. അപ്പോൾ മനസ്സിലാവും ഇവ മനുഷ്യനല്ല, നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ബ്ലഡ് ഇവൻ്റെ ശരീരത്തിനോട് റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ യൂറ്റ അവൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ നിന്നെ ഹീൽ ചെയ്യണോ? എനിക്ക് റിവേഴ്സ് കേസ് ടെക്നിക്ക് ഉപയോഗിച്ച് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും പറ്റും. അതിന് പകരമായിട്ട് യുജി മരിച്ച കാര്യം നീ ഹയറപ്സിനെ അറിയിക്കണം. പിന്നെ ജിൻ എന്നു പേരുള്ള ഒരാളെ കാണിക്കുന്നുണ്ട്. അയാളുടെ അച്ഛൻ എന്തോ പറയാൻ വരുമ്പോൾ ഇവൻ പറയും, അവളെക്കുറിച്ചാണെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇയാളുടെ അച്ഛൻ യുജിയുടെ മുത്തച്ഛനാണെന്ന് കാണിക്കുന്നത്. ഇവൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാണ് യുജി. അപ്പോൾ മുത്തച്ഛൻ പറയും, നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷേ ആ പെണ്ണിൻ്റെ കാര്യം വിട്ടുകള, അല്ലെങ്കിൽ നീ മരിക്കും. അപ്പോൾ ജിൻ പറയും, യുവതിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ, കൊച്ചുകുട്ടികൾക്ക് പലതും ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ മുത്തച്ഛൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ ഭാര്യയുടെ കൂടെ ഒരു കുട്ടിയെ കിട്ടിയില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അവളുടെ മരണം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് യുജിയുടെ അമ്മ അവിടേക്ക് വരും. ആ നെറ്റിയിലെ മുറിവിൻ്റെ പാട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാരാണെന്ന്. ജോസവും യുജിയും എങ്ങനെയാണ് ബ്രദേഴ്സ് ആയതെന്നുള്ളതിൻ്റെ ഉത്തരവ് ഇതിൽ നിന്ന് കിട്ടും. പക്ഷെ അപ്പം തന്നെ യുജി ഞെട്ടി എണീക്കുന്നത് കാണിക്കും. ഇതെല്ലാം അവൻ സ്വപ്നം കണ്ടതാണ്. യുജിയുടെ തൊട്ടടുത്ത് തന്നെ യൂട്ട അവനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ യൂട്ട ചിരിച്ചുകൊണ്ട് പറയും, ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. എന്നിട്ട് പറയും, കുറച്ച് മാസം മുമ്പ് ഗോജോ സെൻസെ എന്നെ കാണാൻ വന്നിരുന്നു. സെൻസെ പറഞ്ഞിരുന്നു, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനെല്ലാം നീ നോക്കിക്കൊള്ളണം, പ്രത്യേകിച്ച് യുജിയെ. കാരണം അവനെയും നിന്നെപ്പോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വിധിച്ചതാണ്. വേറെ ആരെയെങ്കിലും എക്സിക്യൂഷനായിട്ട് നിയമിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അവർക്ക് വിശ്വാസം വരാൻ വേണ്ടി ഒരു ബൈൻഡിംഗ് ബോ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊന്നത്. അപ്പോൾ യുജി ചോദിക്കും, എന്നെ കൊന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ എപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്? അപ്പോൾ യൂട്ട പറയും, നിൻ്റെ ഹേർട്ട് സ്റ്റോപ്പായ ഉടനെ തന്നെ ഞാൻ RCT ഉപയോഗിച്ച് നിന്നെ ഹീൽ ചെയ്തു. എനിക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എല്ലാവർക്കും ഒന്നും അറിയില്ല. എന്നാലും നീ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉടനെ തന്നെ ഹയറപ്സ് അറിയും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കുറച്ച് സമയം കിട്ടും. അപ്പോഴേക്കും അവിടെ മെഗുമി കൂടി വരും. വന്ന ഉടനെ അവൻ പറയും, വാ നമുക്ക് സ്കൂളിലോട്ട് പോവാം, അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ യുജി പറയും, ഒന്നും സംഭവിച്ചിട്ടില്ലാത്തവരെ സംസാരിക്കണ്ട, ഞാൻ കാരണം ഒരുപാട് പേര് മരിച്ചു. അപ്പോൾ മെഗുമി പറയും, നീ ഒറ്റയ്ക്കല്ല, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് അവൻ പറയും, നോറിറ്റോഷി കാമോ ഒരു കള്ളിങ് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിലെൻ്റെ സഹോദരിയും പെട്ടിരിക്കുകയാണ്. നിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അവളെ സേവ് ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞ് കള്ളിങ് ഗെയിംസിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. മൊത്തം 8 റൂൾസാണുള്ളത്. ഐഡിയൽ ട്രാൻസ്ഫറേഷൻ കാരണം കേസ് ടെക്നിക്ക് കിട്ടിയവരും റീഇൻകാർണേറ്റ് ആയവരും 19 ദിവസത്തിനുള്ളിൽ കള്ളിങ് ഗെയിമിൽ പങ്കെടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരുടെ കേസ് ടെക്നിക്ക് റിമൂവ് ചെയ്യപ്പെടും. റിമൂവ് ചെയ്യുമ്പോൾ പ്ലേയേഴ്സിന് എന്ത് സംഭവിക്കുമെന്നും പറഞ്ഞിട്ടില്ല. പ്ലേയേഴ്സ് അല്ലാത്ത ആൾക്കാരും ബാരിയർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെയും പ്ലേയേഴ്സായിട്ട് തിരഞ്ഞെടുക്കും. മറ്റു പ്ലേയേഴ്സിനെ കൊല്ലുന്നതിലൂടെയാണ് ഓരോ പ്ലേയേഴ്സിനും പോയിൻറ്റ്സ് കിട്ടുന്നത്. പോയിൻറ്റ്സ് തീരുമാനിക്കുന്നത് ഗെയിം മാസ്റ്ററാണ്. ഓരോ സോഴ്സറിനും 5 പോയിൻറ്റും ഓരോ നോൺ സോഴ്സറിനും 1 പോയിൻറ്റ് വീതമാണ് കിട്ടുന്നത്. സ്വന്തം പോയിൻറ്റ്സ് കൂടാതെ 100 പോയിൻറ്റ്സ് ചിലവാക്കിയാൽ ഏത് പ്ലെയറിന് വേണമെങ്കിലും പുതിയ റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ റൂൾ പ്രകാരം കള്ളിങ് ഗെയിമിനെ വലിയ രീതിയിൽ ബാധിക്കാത്ത ഏത് പുതിയ റൂൾ കൊണ്ടുവന്നാലും അത് ഗെയിം മാസ്റ്റർ അക്സെപ്റ്റ് ചെയ്യണം. ഏതെങ്കിലും പ്ലെയേഴ്സിൻ്റെ പോയിൻറ്റ് 19 ദിവസം മാറ്റമില്ലാതിരുന്നാലും അവരുടെ കേസ് ടെക്നിക്ക് റിമൂവ് ചെയ്യപ്പെടും. ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ചാപ്റ്റർ 144 തുടങ്ങുമ്പോൾ യുജി യൂട്ടയുടെ അടുത്ത് പറയും, സുഗുണ മെഗുമിയെ വെച്ച് എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇനി സുഗുണ പുറത്തു വരികയാണെങ്കിൽ നീ അവനെ കൊല്ലണം. അതിന് യൂട്ട സമ്മതിക്കും. പിന്നെ യുജി മെഗുമിയുടെ അടുത്ത് ചോദിക്കും, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ മെഗുമി പറയും, ആദ്യം മാസ്റ്റർ ടെങ്കനെ കോൺടാക്ട് ചെയ്യണം, എന്നിട്ട് നോറിറ്റോഷി കാമോ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയണം, പിന്നെ ഗോജോ സെൻസയെ എങ്ങനെ ഫ്രീ ആക്കാൻ പറ്റും എന്നും അറിയണം. അപ്പോൾ യൂട്ട പറയും, ടെങ്കനെ കാണുന്ന കാര്യം കുറച്ച് പാടാണ്, ആ സ്ഥലത്ത് ബാരിയർ വളരെ സ്ട്രോങ് ആണ്. അതുമാത്രമല്ല അവിടെ ആയിരക്കണക്കിന് വാതിലുകളുണ്ട്, അതിൽ ശരിയായിട്ടുള്ള വാതിൽ കണ്ടുപിടിച്ചാലേ ടെങ്കനിലോട്ട് എത്താൻ പറ്റൂ. ഇതിനിടയ്ക്ക് യുജി മെഗുമിയുടെ അടുത്ത് ചോദിക്കും, നൊബാരയ്ക്ക് എന്ത് സംഭവിക്കുമോ, അവൾ ഓക്കെ ആണോ? അതിന് മെഗുമി റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല, സൈലൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ യുജി പറയും, ശരി, എനിക്ക് മനസ്സിലായി. അപ്പോഴേക്ക് ജോസ് അവിടെ വന്നിട്ട് പറയും, ടെങ്കൻ്റെ ബാരിയർ ക്രോസ് ചെയ്യാൻ എൻ്റെ അടുത്തൊരു വഴിയുണ്ട്. അത് കഴിഞ്ഞ ഉടനെ എല്ലാവരും കൂടി ജുൽസു ഹൈയിലെത്തുന്നതാണ് കാണിക്കുന്നത്. സീസൺ 1 യുജി ഗോജോ പറഞ്ഞ് TV കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്താണ് ഇവരെല്ലാവരും ഉള്ളത്. യൂക്കിയും മാക്കിയും ആൾറെഡി അവിടെ തന്നെ ഉണ്ട്. മാക്കിയുടെ ശരീരം മുഴുവനും പൊള്ളലേറ്റ പാടുകളുണ്ട്.
അപ്പോൾ യൂക്കി പറയും എത്രയൊക്കെ റിവേഴ്സ് ക്ലാസ് ടെക്നീക്ക് ഉപയോഗിച്ച് ഹീൽ ചെയ്താലും പൊള്ളിയതാണെങ്കിൽ അതിൻ്റെ പാടുകളൊന്നും അത്ര പെട്ടെന്ന് പോവില്ല. അപ്പോൾ മാക്കി മെഗുമിയുടെ അടുത്ത് ടെങ്കൻ്റെ ബാരിയേഴ്സിനെ പറ്റി ചോദിക്കും. അപ്പോൾ ചോസോ ഇടയ്ക്ക് കയറി പറയും ശരിയായിട്ടുള്ള ഡോറിൻ്റെ അപ്പുറത്തൊരു വെയർ ഹൗസ് ഉണ്ട്, അവിടെയാണ് എൻ്റെ അനിയന്മാരുടെ റിമൈൻസ് എല്ലാം വച്ചിരിക്കുന്നത്. അത് സെൻസ് ചെയ്തുകൊണ്ട് എനിക്ക് ശരിയായ വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം കേട്ടിട്ട് മാക്കി പറയും അതെല്ലാം ഓക്കെ, പക്ഷെ ആരാണിവൻ? ചോസോയെ എവരാനും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ യൂജി പറയും തൽക്കാലത്തേക്ക് എൻ്റെ ചേട്ടനാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. യൂജി ചേട്ടൻ എന്ന് പറയുന്നത് കേട്ട് ചോസോ ഞെട്ടും. അവൻ ഷോക്കടിച്ചിരിക്കുന്ന ഗ്യാപ്പിൽ യൂജി ബാക്കിയുള്ളവരടുത്ത് വാ പോവാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞ ഉടനെ കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടി സ്റ്റാർ കൊറിഡോറിലെത്തുന്നതാണ്. അവിടെയാണ് ടെങ്കനുള്ളത്. ആദ്യം ചോസോ പറഞ്ഞ് വെയർ ഹൗസിൻ്റെ അടുത്തെത്തും. അവിടെ നിന്ന് വീണ്ടും ഒരു ലിഫ്റ്റിൽ കയറി ഒരുപാട് താഴോട്ട് പോകുമ്പോഴാണ് ശരിക്കുള്ള സ്ഥലത്തെത്തുന്നത്. അവിടെ എത്തുമ്പോൾ തറയിൽ കുറച്ച് ചോരക്കറ കാണാം. 11 വർഷം മുമ്പ് ടോജി അറ്റാക്ക് ചെയ്ത സമയത്ത് വന്ന പാടുകളാണ്. ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്ന് നേരെ എല്ലാവരും നടന്നു ചെല്ലുന്നത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലത്താണ്, വെറും ശൂന്യത. അപ്പോൾ യൂക്കി പറയും ഈ സ്ഥലം നമ്മളെ റിജക്റ്റ് ചെയ്യുവാണ്. ടെങ്കൻ പുറം ലോകവുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാറില്ല, പക്ഷേ 6 ഐസ് യൂസർ സീലായ സ്ഥിതിക്ക് ടെങ്കിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ യൂറ്റ പറയും നമുക്ക് തിരിച്ചു പോവാം, സുമിക്കിക്ക് അധികം സമയമില്ല, അതായത് മെഗുമിയുടെ സിസ്റ്റർ. അപ്പോൾ തന്നെ ഒരു ശബ്ദം കേൾക്കും, ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകുന്നു. അത് കേട്ട് എല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കും. അപ്പോൾ ദാ നിൽക്കുന്നു സാക്ഷാൽ ടെങ്കൻ. ടെങ്കൻ എല്ലാവരെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയും നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചത് സന്തോഷം. അവിടെ വെച്ചാണ് ചാപ്റ്റർ അവസാനിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ തന്നെ ടെങ്കനെ ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. എന്തായാലും ഇവർക്ക് വേണ്ട ആൻസേഴ്സ് എല്ലാം കിട്ടോ ഇല്ല എന്നുള്ളത് അടുത്ത ചാപ്റ്ററിൽ അറിയാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.